ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ ഫാമിലി. ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു സംരംഭകനെ പരിചയപ്പെട്ടാലോ? സ്വന്തമായിട്ട് കാടക്കോഴിയുടെ ചെറിയ ഫാമൊക്കെ ഉള്ള ആളാണ്. വലിയൊരു ഫാമായിട്ടൊന്നും നിങ്ങൾ കണക്ക് കൂട്ടേണ്ട, ഒരു 3 സെറ്റ് വരുന്ന ഫാമാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അവരുടേതായിട്ടുള്ളൊരു ശൈലിയിലാണ് അവർ ഈ കാട വളർത്തൽ ചെയ്യുന്നത്. പലരും പല മെച്ചപ്പെട്ട രീതികൾ ഉപയോഗിച്ചിട്ടായിരിക്കാം കാടക്കോഴി വളർത്തുന്നത്. പക്ഷേ ഇവരുടേതായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ്. മുട്ട പറക്കുന്ന കൗതുകം കൊണ്ട് ഞാനങ്ങ് വീഡിയോ ഓൺ ചെയ്ത് തുടങ്ങിയതാണ്. മുട്ട ഞങ്ങൾക്ക് കിട്ടാറുണ്ട്, ആരോഗ്യത്തിന് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ കാടക്കോഴിയുടെ കൂട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ടെറസിലാണ്. ദേ നമ്മുടെ കുഞ്ഞാവ് ഇവിടെ എത്തി മുട്ട പറക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈസക്കുട്ടിയൊക്കെ ഇവിടുത്തെ സ്ഥിര ആളുകളായതുകൊണ്ട് മുട്ട പറക്കാനൊക്കെ അറിയാം. കൂടെ ജോനൂട്ടനും കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 3 സെറ്റ് അടുത്തടുത്തായിട്ടുണ്ട്. 3 സെറ്റിൽ നിന്നും ഓരോ സെറ്റും വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 3 തട്ടുകളായിട്ട്. പിന്നെ ഇതിൻ്റെ മുട്ട വീഴാനായിട്ട് ചരിച്ചൊരു പ്രതലമാണ്. അപ്പോഴത്തേന് മുട്ട ഇടുമ്പോൾ താഴോട്ട് ആ ചരിഞ്ഞ പ്രതലത്തിലോട്ട് വന്ന് കിടക്കും. അവിടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. പിന്നെ സൈഡിൽ ആ PVC പൈപ്പിനകത്ത് ഇവർ വെള്ളം നിറച്ച് കൊടുക്കും. കാടക്കോഴി തീറ്റയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഏകദേശം 500ഓളം കോഴികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 400ഓളം മുട്ടകൾ നമുക്ക് ഡെയിലി കിട്ടും. ഈ സൈഡിൽ മുഴുവൻ തീറ്റയാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് വെള്ളം. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ തീറ്റയുടെ പുറത്ത് കമ്പി അഴികൾ പോലെ ഇരിക്കുന്നത് ഇവർ തീറ്റ കൊത്തി തിന്നുമ്പോൾ പുറത്ത് കളയാതിരിക്കാനാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ തീറ്റകളൊക്കെ കൊത്തി താഴെയാക്കും. മുട്ട എടുക്കുന്നതിനിടയിൽ ഒരു മുട്ട താഴെ പോയി കേട്ടോ. കണ്ടോ, മഞ്ഞക്കരി കണ്ടോ? അപ്പോൾ ഇന്നത്തെ ആ ഒരു മുട്ട കളക്ട് ചെയ്ത് ഏകദേശം കഴിഞ്ഞു. നമുക്ക് 2 ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അതായത് ഫുഡും വെള്ളവും ഒരേ PVC പൈപ്പിനെ കട്ട് ചെയ്തിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദിവസേന നമുക്കൊരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു അടിപൊളി തരത്തിൽ സിമ്പിളായിട്ട് കാടക്കോഴി വളർത്തിയെടുക്കാം നമുക്ക്. അതിൽ നിന്ന് എന്തായാലും കുറച്ച് ബെനിഫിറ്റ് കിട്ടും. നമ്മളൊരു രാവിലെയും വൈകിട്ടൊക്കെ അതിന് ഫുഡും വെള്ളമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കൂട് വൃത്തിയാക്കണം, മുട്ട പെറുക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാനൊരു 3 മണിക്കൂർ ആവറേജ് പറയുന്നത്. 2 ദിവസം കൂടുമ്പോൾ കഴിവതും ഇത് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ദിവസം കൂടി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാഷ്ടമൊക്കെ കൂടുതലാവും. അപ്പോൾ വൃത്തിയാക്കാൻ തന്നെ നമുക്ക് കുറച്ചുകൂടി ടൈം എടുക്കും. നമുക്ക് ഇതിനിടയിലോട്ടെ ഇപ്പോൾ ഒരു ദിവസം വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അറയ്ക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. വീട്ടിൽ കോഴി വളർത്താനുള്ള സ്പേസ് ഇല്ല എന്ന് പറയുന്നവർക്ക് ധൈര്യപൂർവ്വം ഇനി ഇങ്ങനെ ചെയ്യാം. കുറച്ച് സമയം കുറച്ച് സ്ഥലമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമുക്കും നല്ലൊരു സംരംഭകനാകാൻ പറ്റും. എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു എങ്കിലും ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പം എല്ലാവർക്കും നല്ല രസമായിരിക്കും അല്ലേ? എങ്കിലും കുറച്ചിതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മളതിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അത്രയേ ഉള്ളൂ. കാടക്കോഴി ഒരു 5-6 ആഴ്ച കഴിയുമ്പോഴത്തേനും മുട്ടയിട്ട് തുടങ്ങും. അതായത് ഒരു 45 ഡേയ്സിനുള്ളിൽ. ഇപ്പോൾ അത് കഴിഞ്ഞൊരു 4 ആഴ്ച കൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പൂവൻ കാടകളെ ഇറച്ചിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ 2 തരത്തിൽ നമുക്ക് സെയിൽ ചെയ്യാം. മെയിനായിട്ട് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് കാടത്തീറ്റ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 500ഓളം കോഴിക്ക് ഒരു 15 കിലോ തീറ്റയോളം ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ന് കളക്ട് ചെയ്ത മുട്ടകളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് തന്നെ ഷോപ്പിൽ കൊടുക്കുന്നതായിരിക്കും വൈകിട്ട്. നമ്മളിവിടെ ഒരു മുട്ടയ്ക്ക് 3 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 മുട്ട അടങ്ങിയ ഒരു പാക്കറ്റ് 30 രൂപ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവർക്ക് കാടക്കോഴിയുടെ മുട്ട ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണേ. അങ്ങനെ മുട്ട പാക്കിംഗ് ഒക്കെ നടക്കുവാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമുക്ക് കുറച്ച് മിച്ചം മുട്ട കിട്ടും, ഷോപ്പിൽ കൊടുക്കാൻ പറ്റാത്തത്. ചിലപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. നല്ലോണം പൊട്ടിയതല്ല, ഇതിൻ്റെ ഷെല്ലിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. സാധാരണ മുട്ട പോലെ പൊട്ടി ഇങ്ങനെ പോകാറില്ല. നല്ല ഉയരത്തിൽ നിന്ന് വീണാൽ മാത്രമേ പൊട്ടി പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുട്ട എടുത്ത് ബുൾസേ ചെയ്തു കേട്ടോ. അപ്പോൾ ബുൾസേ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.